നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായം കർമ്മസന്യാസ യോഗമാണ് നമ്മൾ തുടരുന്നുണ്ടായിരുന്നത്. അതിൽ 26-ാമത്തെ ശ്ലോകം വരെ നോക്കി. തുടർന്ന് അടുത്തത് ഈ ജ്ഞാനനിഷ്ഠന്മാർക്കും കർമ്മയോഗിക്കെല്ലാം ചിത്തശുദ്ധിക്ക് വഴിക്ക് മുക്തിയും പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ജ്ഞാനനിഷ്ഠം, സദ്യോമുക്തി, കർമ്മയോഗിക്ക് ചിത്തശുദ്ധി വഴി അങ്ങനെയുള്ള എല്ലാം പറഞ്ഞു. ഇനി തത്വബോധത്തിന് അന്തരംഗ സാധനമായ ധ്യാനയോഗത്തെക്കുറിച്ച് പറയുന്നതാണ്. അതിൻ്റെ അടുത്ത അധ്യായം തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി 5-ാം അധ്യായത്തിൽ തുടരുകയാണ്. ധ്യാനയോഗത്തിൻ്റെ ഒരു സൂചന. അത് ഈ അന്തരംഗ സാധന എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആ ഒരു സാധനയാണ് അന്തരംഗ സാധന. അപ്പോൾ അത് ധ്യാനയോഗമാണ്. അവിടെ രാഗദ്വേഷങ്ങളെല്ലാം വിട്ട്, വിഷയാസക്തിയെല്ലാം വിട്ട് മനഃശുദ്ധി, ചിത്തശുദ്ധി പ്രാപിച്ച കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി പ്രാപിച്ച കർമ്മയോഗി ധ്യാനയോഗത്തിലേക്ക് കിടക്കുന്നു. ഒരു പടിപടിയായി പറയുമ്പോൾ കർമ്മയോഗിയും ധ്യാനയോഗം ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു അഭ്യാസേനയാണ് ചെയ്യുന്നത്. ചിത്തശുദ്ധി പൂർണ്ണമായ ഒരു കർമ്മയോഗിയിൽ ധ്യാനം സ്വാഭാവികമായി നടക്കും. അതാണ് വ്യത്യാസം. അവിടെ ശ്രമമില്ല. ശരിയായ ധ്യാനം എന്ന് പറയുന്നത് ശ്രമമില്ലാത്തതാണ്. ശ്രമം കൊണ്ട് നടക്കുന്നതല്ല, സ്വാഭാവികമായി നടക്കുന്നതാണ് ധ്യാനം. ആ ഒരു ആത്മബോധത്തെ ഉള്ള ധ്യാനം, ആത്മജ്ഞാനത്തിലുള്ള ധ്യാനം പലവിധമുണ്ട്. ഏകാഗ്രമായി മനസ്സ് ഓരോന്നിനും നിൽക്കുന്നത്, അതെല്ലാം അഭ്യാസങ്ങളാണ്. ധ്യാനം ശരിക്കും പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മറ്റുള്ളതെല്ലാം പ്രയത്നങ്ങൾ, അതിനോട് മുന്നോടിയായി ചെയ്യുന്ന ഓരോ മനസ്സിൻ്റെ പ്രയത്നങ്ങളാണ്, അഭ്യാസങ്ങളാണ് ധ്യാനം പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. ധ്യാനം സ്വാഭാവികമായി നടക്കുന്നതാണ്. ആത്മാവിൽ മനസ്സ് ആത്മരതിയിൽ, ആത്മാവിൽ മാത്രം നിശ്ചയിച്ച് നിൽക്കുന്ന സ്ഥിതി. അവിടെ അങ്ങനെ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യവും ആ ചിത്തശുദ്ധിയിൽ വരില്ല, വിഷയങ്ങളോടൊന്നും വരില്ല. ആ ധ്യാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിലൂടെയാണ്. അപ്പം അത് തത്വജ്ഞാനത്തിന് അല്ലെങ്കിൽ മോക്ഷത്തിന്, തത്വബോധ നിശ്ചയത്തിന്, മോക്ഷത്തിന് അന്തരംഗ സാധനയാണെന്ന് പറയുന്നത്. അന്തരംഗം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അപ്പോൾ തത്വജ്ഞാനത്തിന് ബഹിരംഗ സാധന എന്താ? തത്വബോധത്തിന്, മോക്ഷത്തിന് ബഹിരംഗ സാധനയാണ് കർമ്മയോഗം. അപ്പോൾ കർമ്മയോഗത്തെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അതുപോലെ സാഖ്യയോഗത്തെക്കുറിച്ചും വിശദമായി ഇതുവരെ ചർച്ചകൾ ചെയ്തു വരികയാണ്. അപ്പോൾ ഇനി അടുത്ത അധ്യായം മുതൽ ധ്യാനയോഗമാണ് അടുത്ത അധ്യായം. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് 5-ാം അധ്യായത്തിൽ ഈ വരുന്ന ശ്ലോകം പറയുന്നത്. അപ്പോൾ തത്വബോധത്തിന്, മോക്ഷത്തിന് അന്തരംഗ സാധനമാണ് ധ്യാനയോഗം എന്ന് പറയുമ്പോൾ, അതുപോലെ ബഹിരംഗ സാധനമാണ് കർമ്മയോഗം എന്ന് പറയുമ്പോൾ, ധ്യാനയോഗത്തെ അപേക്ഷിച്ച് നോക്കിയാൽ അന്തരംഗ സാധന ഏതായിരിക്കും? കർമ്മയോഗം. ബഹിരംഗ സാധനം പറയുന്നത് കർമ്മയോഗത്തിനും മുന്നോടിയായിട്ട് നമുക്ക് വരുന്ന ആ ഗുണങ്ങൾ വരും, അല്ലെങ്കിൽ സാധനങ്ങൾ വരും. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്നത് അന്തരംഗ സാധനവും അതിന് തൊട്ട് നിൽക്കുന്നതെല്ലാം ബഹിരംഗ സാധനങ്ങളും. അപ്പോൾ മോക്ഷത്തെ അപേക്ഷിച്ച് ധ്യാനയോഗം എന്നുള്ളത് അന്തരംഗ സാധനയും കർമ്മയോഗം എന്നുള്ളത് ബഹിരംഗ സാധനയും. അങ്ങനെ ധ്യാനയോഗത്തിലൂടെ ചിത്തശുദ്ധി ആർജിച്ച ഒരുവൻ ധ്യാനയോഗത്തിലൂടെ മോക്ഷത്തെ പ്രാപിക്കുന്നു. അല്ലെങ്കിൽ അവൻ്റെ മനസ്സ് സ്വാഭാവികമായിട്ടും ആത്മാവിൽ നിശ്ചയിച്ച് അതിൽ മാത്രം മനസ്സ് നിന്നുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അവിടെ പിന്നെ രാഗദ്വേഷാദികളോ മറ്റുള്ള കർമ്മങ്ങളിലുള്ള ബന്ധനങ്ങളോ യാതൊന്നും അവിടെ അങ്ങനെ അവനെ
സ്പർശിക്കുന്നില്ല അവൻ്റെ മനസ്സിൽ. കർമ്മങ്ങളെല്ലാം വിട്ടു അവിടെ. യാതൊരു ധർമ്മമായാലും സ്വധർമ്മമായാലും പരധർമ്മമായാലും അല്ലെങ്കിൽ അധർമ്മം, അത് യാതൊന്നും അവനില്ല. ധർമ്മം തന്നെ ഇല്ല, പിന്നെയല്ലേ മറ്റുള്ളത്. എല്ലാ കർമ്മങ്ങളും അവനിൽ നിന്ന് ഒഴിഞ്ഞു. കർമ്മഫലങ്ങൾ മാത്രമല്ല, കർമ്മങ്ങളും ഒഴിഞ്ഞു, സ്വാഭാവികമായി ഒഴിഞ്ഞു. അവൻ മനസ്സ് ആത്മാവിൽ മാത്രം നിലയുറച്ചിരിക്കുകയാണ്. അതാണ് ധ്യാനം. അപ്പോൾ ആ ഒരു ഇതിനെക്കുറിച്ച് അതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ഭഗവാൻ ഇവിടെ ആ ശ്ലോകം തുടങ്ങുകയാണ്. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാം ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയമനോ ബുദ്ധിഃ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധോ യഹ സദാ മുക്ത ഏവ സഃ. യഹ ഏതൊരുത്തനാണോ ബാഹ്യാൻ സ്പർശാൻ ബഹിഃ കൃത്വാ, ബാഹ്യാൻ സ്പർശാൻ പുറമേയുള്ള വിഷയങ്ങൾ അവയെല്ലാം ബഹിഃ കൃത്വാ പുറമേ നിർത്തിയിട്ട് അവയിലൊന്നും മനസ്സ് പോകാതെ ഇന്ദ്രിയ നിഗ്രഹം വന്നവൻ, ആ ഇന്ദ്രിയങ്ങളെല്ലാം അതാത് വിഷയങ്ങൾക്ക് പോകാതെ ഇന്ദ്രിയ നിഗ്രഹം നടത്തിയവൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. ചക്ഷുഹു ഭ്രുവോ അന്തരേ, ചക്ഷു നമ്മുടെ ദൃഷ്ടിയെ ഭ്രുവോഹോ അന്തരേ, ഭ്രു അതായത് പുരികങ്ങളുടെ അന്തരേ കൃത്വ, ഈ ഇടയിൽ അവിടെ മാത്രം ചക്ഷുസ്, അവിടെ മാത്രം ദർശനം വെച്ചുകൊണ്ട്, രണ്ട് പുരികങ്ങളുടെ മധ്യത്തിലെ നമ്മുടെ ആജ്ഞാചക്രം എന്ന് പറയുമല്ലോ, അഷ്ടചക്രങ്ങൾ ആജ്ഞാചക്രം രണ്ടും ഭ്രൂമധ്യത്തിലെ അങ്ങനെ ചക്ഷുവിനെ ദൃഷ്ടിയെ നിലനിർത്തിക്കൊണ്ട് പ്രാണാപാനവും നാസ്യാഭ്യന്തരചാരിണവും, പ്രാണനെ അപാനെ, പ്രാണൻ പറഞ്ഞാൽ ശ്വാസം എടുക്കുന്നത്, അപാനെ പറഞ്ഞാൽ ശ്വാസം വിടുന്നത്. അപാന ഇപ്പം പ്രാണാപാനം എടുക്കുന്നതും വിടുന്നതെല്ലാം ശ്വാസം മൂക്കിനുള്ളിൽ അതിനെ നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടെ മാത്രം സഞ്ചരിക്കുന്നതായിട്ട് ആ പ്രാണനെ അവിടെ മാത്രമായി ഏകാഗ്രമായി അവിടേക്ക് പ്രാണനെ കൊണ്ടുവന്ന് അവിടെ സമവും കൃത്വ, ആ പ്രാണനും അപാനെയും സമമായിട്ട് നിർത്തിയിട്ട് മൂക്കിനുള്ളിൽ യഥേന്ദ്രിയ മനോബുദ്ധി വിഗതേച്ഛാ ഭയക്രോധ, യഥേന്ദ്രിയ മനോബുദ്ധി, യതിയാണ് ഏതിൻ്റെ, ഇന്ദ്രിയ മനോബുദ്ധി, ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയെയും വിഷയങ്ങളിൽ നിന്ന് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. അത് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയൊന്നും മറ്റുള്ള വിഷയങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അവിടെ എല്ലാം ചിത്തനിരോധം, അതാണ് അവിടെ മനസ്സിൻ്റെ നിരോധം ഉണ്ടായിരിക്കുന്നു. അവിടെ മനസ്സ് നിശ്ചലമായിരിക്കുന്നു. അങ്ങനെയുള്ള മനസ്സോടുകൂടി വിഗതേച്ഛാ ഭയക്രോധ, വിഗതമായി എന്തിൽ നിന്നും, ഇച്ഛ, ഭയം, ക്രോധം. ഇച്ഛ, ഒരു ഇച്ഛയും ഇല്ല അവിടെ, ഇന്നത് വേണമെന്നോ വേണ്ടാന്നോ അങ്ങനെയുള്ള യാതൊരു ഇച്ഛയും അവനെ സ്പർശിക്കുന്നില്ല. ഭയമില്ല, എന്താകും, അയ്യോ ഇങ്ങനെ ആയാൽ എന്താകും എന്നതിനെക്കുറിച്ച്, ഭാവിയെക്കുറിച്ചൊരു ഭയമില്ല. ക്രോധമില്ല, ഇഷ്ടാനിഷ്ടങ്ങളിലാണ് ഈ ക്രോധങ്ങളും ഭയവും ഇച്ഛയും എല്ലാം ഉണ്ടാവും. ആ ഇഷ്ടാനിഷ്ടങ്ങളെ പോയി അവിടെ ശരീര മനോബുദ്ധികളിലെ താതാത്മ്യത്തെ ചിത്തശുദ്ധിയിൽ വളരെയധികം വിട്ട് ആത്മാവിൽ മാത്രം മനസ്സ് നിൽക്കുന്ന ഒരവസ്ഥയാണ് ആ നിശ്ചലമായ മനസ്സ്. ഇവയെ വിട്ടവനും മോക്ഷപരായണ, മോക്ഷത്തെ മാത്രം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഗതിയുള്ള, അത് മാത്രമാണ് ഗതി, മോക്ഷം തന്നെയാണ് എനിക്ക് ആവശ്യം, ആത്മാവ് തന്നെയാണ് പരമമായ സത്യം, ആത്മാവിൽ തന്നെയാണ് അതിൻ്റെ ആത്മബോധത്തെ നിശ്ചയമായി ഉറച്ച് മോക്ഷം തന്നെയാണ് എനിക്ക് ഗതി എന്നറിഞ്ഞുകൊണ്ട് മുനിഹി, മുനി പറഞ്ഞ തത്വവിചാരശീലൻ അല്ലെങ്കിൽ മനനം ചെയ്യുന്നവൻ മുനി. ആ സന്യാസി, പരമമായ പരിത്യാഗി സന്യാസി, സഹസതാ മുക്ത ഏവ, അവൻ എന്നും മുക്തൻ തന്നെയാണ്. അതാണ് ഒരു ധ്യാനയോഗി എന്ന് പറയുമ്പോൾ ആ ചിത്തശുദ്ധി അത്രയും പൂർണ്ണമായി കർമ്മയോഗത്തിലൂടെ. അതിപ്പോൾ കർമ്മയോഗം ചെയ്യാതെ നേരിട്ട് എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ചു പോകുന്ന സന്യാസമാണെങ്കിലും അതാണ് ഈ പരമമായ സന്യാസം. എല്ലാ വിഷയങ്ങളൊന്നും വിട്ടു, അവിടെ ധർമ്മങ്ങളുമില്ല അധർമ്മങ്ങളുമില്ല കർമ്മങ്ങളൊന്നുമില്ല, അവനില്ല കർമ്മഫലവുമില്ല, യാതൊന്നുമില്ല,
മനസ്സ് ഇച്ഛാ ഭയ ക്രോധങ്ങളെല്ലാം വിട്ട് ശാന്തമായി ആത്മാവിൽ മാത്രം ഏകാഗ്രമായിരിക്കുന്ന മനസ്സ്. അവിടെ മറ്റൊന്നുമില്ല, അവന് ആത്മസ്വരൂപത്തിലിരിക്കുന്നു. ശരീര മനോബുദ്ധികളിൽ നിന്നെല്ലാം താതാത്മ്യം വിട്ടു. അങ്ങനെയുള്ള ആ ചിത്തശുദ്ധി പ്രാപിച്ച ചിത്തശുദ്ധിയുള്ള ആ സന്യാസി സദാ മുക്തഹേവ, അവൻ മുക്തൻ തന്നെയാണ്. ഇനി അവന് ഈ ജീവിച്ചിരിക്കെ തന്നെ മുക്തനായിരിക്കുന്നു. അതാണ് സന്യാസം. യഥാർത്ഥ സന്യാസം എന്ന് പറയുന്നത് അതിനെയാണ്. നമ്മൾ സ്വീകരിക്കുന്ന സന്യാസമല്ല, അതിന് തീർച്ചയായും അറിയുക, ഈ ജ്ഞാനം സന്യാസ ലക്ഷണം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ജ്ഞാനമാണ്. അപ്പോൾ അങ്ങനെ ശരീരം നിലയുറപ്പിച്ചുകൊണ്ട് ഇളകാതിരുന്നു കൊണ്ട് ശരീരത്തിലെ ഭ്രൂമധ്യത്തിൽ ദൃഷ്ടിയെ വെച്ചുകൊണ്ട് പ്രാണാപാനന്മാരെ മൂക്കിനുള്ളിൽ സമമായി നിർത്തിക്കൊണ്ട് ശ്വാസം വരുന്നത് പോകുന്നു സമമായി നിർത്തിക്കൊണ്ട് മോക്ഷമായി തന്നെയാണ് ഗതി എന്നറിഞ്ഞുകൊണ്ട് മനസ്സിൻ്റെ രാഗദ്വേഷങ്ങളെല്ലാം വിട്ടവനായ ആ സന്യാസി രാഗദ്വേഷ ഭയ ക്രോധങ്ങളെല്ലാം വിട്ടു. അങ്ങനെ അത് വിട്ടു പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇല്ല അവിടെ. കാരണം അത്രയും മനസ്സ് ശുദ്ധമായി ആത്മാവ് തന്നെയാണ്, അല്ലെങ്കിൽ മോക്ഷം തന്നെയാണ് ഗതി എന്നറിഞ്ഞിരിക്കുന്ന ആ മുനിഹി, മനന വിചാരശീലനുള്ള അല്ലെങ്കിൽ മനനം ചെയ്യുന്ന മുനി മുക്തൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. അതാണ് സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാം ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയ മനോബുദ്ധിഃ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധഃ യഹ സദാ മുക്ത ഏവ സഹ സദാ മുക്തഃ ഏവ എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ധ്യാനം എന്നുള്ളത് നമ്മൾ സാധാരണ കർമ്മയോഗിയും ധ്യാനം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഏതൊരു അജ്ഞാനിയും കർമ്മയോഗമൊന്നും അല്ലെങ്കിൽ കൂടി ധ്യാനങ്ങളുണ്ട്, ഏകാഗ്രതയുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം രാജസികമായിട്ടുള്ളതാണ്. ഗുണങ്ങളിൽ സാത്വിക, രാജസിക, താമസികമായിട്ടുള്ള ധ്യാനങ്ങളുമുണ്ട്. അപ്പോൾ രാജസിക പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അതിന് പ്രധാനമാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ ആ രീതിയിലുള്ള ധ്യാനങ്ങളൊക്കെ ഉണ്ട്, താമസികമായ ധ്യാനങ്ങളൊക്കെ ഉണ്ട്. രാക്ഷസന്മാരും ധ്യാനം ചെയ്യുന്നു കണ്ടിട്ടില്ലേ? ധ്യാനം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നില്ലേ പുരാണങ്ങളിൽ? അതെല്ലാം താമസികമായ രാജസികമായിട്ടുള്ളതാണ്. സാത്വികമായ ജ്ഞാനം, സത്വഗുണപ്രധാനിയായി സത്വഗുണത്തിനുള്ള ആ ധ്യാനം പറയുന്നത് സ്വാഭാവികമായിട്ട് അവിടെയെല്ലാം മറ്റുള്ളതെല്ലാം പ്രയത്നത്തോടു കൂടിയാണ്. അതും ധ്യാനം അതിൻ്റെ മൂർച്ഛനയിൽ എത്തുന്നുണ്ടെങ്കിലും സാത്വികമായത് ആത്മാവിൽ അതിൽ തന്നെ സ്വന്തം ആത്മസ്വരൂപത്തിലുള്ള ധ്യാനമാണ് സാത്വികമായത്. അത് സ്വാഭാവികമാണ്. അവിടെ പ്രയത്നമില്ലാതെ, പ്രയത്നം വിന, അവിടെ ഇങ്ങനെ മനസ്സിന് രാഗം, ദ്വേഷം, ഇച്ഛ, ഭയം, ക്രോധം ഇതൊന്നുമില്ല. അതെല്ലാം വിട്ടു മനഃശുദ്ധിയായി അവൻ ആത്മാവിൽ മാത്രം നിൽക്കുന്നു, ആത്മസ്വരൂപമായി നിൽക്കുന്നു. ആ ധ്യാനത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ ധ്യാനം സാധാരണ ചെയ്യുന്നത് പോലെ അല്ല, അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ധ്യാനം പഠിപ്പിക്കുന്ന വിഷയമല്ല എന്ന് പറയുന്നത്. ധ്യാനം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഭോക്താരം യജ്ഞതപസാം സർവലോകമഹീശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. യജ്ഞതപസാം, യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവാണ്. കർത്താവിൻ്റെ നിലയ്ക്കും ദേവതയുടെ നിലയ്ക്കും ഭോക്താവാണ് ആര്? ഭഗവാൻ. യജ്ഞതപസാം ഭോക്താരം, ഈ യജ്ഞവും തപസ്സിൻ്റെ എല്ലാം ഭോക്താവാണ്. സർവലോക മഹേശ്വരം, ലോകത്തിൻ്റെ എല്ലാം മഹേശ്വരനായ അല്ലെങ്കിൽ നിയാമകനായ, അതിൻ്റെ എല്ലാം ഈശ്വരനായിരിക്കുന്ന സർവഭൂതാനാം സുഹൃതം, എല്ലാ ഭൂതങ്ങളുടെയും എല്ലാവരുടെയും സുഹൃത്തായി നിൽക്കുക. അവിടെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലകാംക്ഷയില്ലാതെ, തിരിച്ചു കിട്ടാൻ ഒന്നും കാക്ഷിക്കാതെ ഉപകാരം ചെയ്യുന്നവനാണ് ആര്? അവിടെ ഒരു അഹന്തയ്ക്കോ മമതയ്ക്കോ അല്ലെങ്കിൽ ഒരു കർമ്മത്തിൻ്റെ ഫല ഇച്ഛയോ യാതൊന്നുമില്ല. അതാണ് ഭഗവാന്റെ. നമ്മളെ പോലെയല്ല, എല്ലാവർക്കും സുഹൃത്തായി നിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പൂജയും യജ്ഞം ചെയ്യുന്നവർക്ക് മാത്രം എന്തെങ്കിലും കൊടുക്കുന്നു, മറ്റുള്ളവർക്ക് എന്നെ ആരാധിക്കുന്നതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നു, എന്നെ ആരാധിക്കാത്തവരെ ഞാൻ സംരക്ഷിക്കുന്നില്ല എന്നതല്ല. അത് അവരുടെ കർമ്മത്തിൻ്റെ ഫലം. അവർ ആരാധിക്കുന്നു, അതിനനുസരിച്ചുള്ള ഫലം അവർക്ക് കിട്ടുന്നു. അവർ യജ്ഞം ചെയ്യുന്നു, തപസ് ചെയ്യുന്നു, എന്തു തന്നെയാലും അതിലൊന്നും ഭഗവാന് പ്രത്യേകമായിട്ട് ഒരു മമതയില്ല, അല്ലെങ്കിൽ അതിനോട് പ്രിയമില്ല. അപ്രിയങ്ങളൊന്നും ഭഗവാനില്ല. ഈശ്വരൻ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാം പ്രകൃതിയുടെ ഗുണങ്ങളാണ് നടക്കുന്നത്.
അല്ലെങ്കിൽ അവിദ്യയിലാണ് അല്ലെങ്കിൽ മായയുടെ ഇതിലാണ് പ്രകൃതി ഗുണങ്ങളെല്ലാം ഇവിടെ നടക്കുന്നതെന്ന് ഭഗവാൻ മുമ്പേ പറഞ്ഞു. അപ്പൊ അങ്ങനെ സർവലോക മഹേശ്വരം, എല്ലാ ലോകത്തിൻ്റെയും നിയാമകനും സർവഭൂതാനാം സുഹൃതം, അങ്ങനെയുള്ള സുഹൃത്തായി. എങ്ങനെയുള്ള സുഹൃത്ത്? യാതൊന്നിനോടും പ്രീതിയില്ല, അല്ലെങ്കിൽ യാതൊന്നിനോടും ഫലങ്ങളെ ഇച്ഛിക്കുന്നില്ല, അങ്ങനെ പ്രതീക്ഷിക്കാത്ത പ്രത്യുപകാരം ചെയ്യുകയാണെങ്കിൽ ഒരു പ്രതീക്ഷിച്ചിട്ടാണല്ലോ ചെയ്യുന്ന സാധനം, അത് സുഹൃത്തല്ല. നമ്മുടെ ലൗകിക ദൃഷ്ടിയിൽ പോലും സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരത്തെ പ്രതീക്ഷിക്കാതെ, തിരിച്ചെന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷിക്കാതെ സഹായിക്കുക എൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ ലോകത്ത് സുഹൃത്തുക്കൾ പോലും സഹായിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയാണ് സുഹൃത്ത്, അവനാണ് സുഹൃത്ത്. അപ്പൊ അങ്ങനെയുള്ള സുഹൃത്തിനെ ഇവിടെ പറയണം. അങ്ങനെയുള്ള ഒരു പ്രത്യുപകാരവും ഈ ഭഗവാന്റെ നിലയിലില്ല. അല്ലെങ്കിൽ എനിക്കത് ഞാൻ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നുള്ള രീതിയിലല്ല, അവിടെ യാതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ എല്ലാ ഭൂതങ്ങൾക്കും സർവലോക മഹേശ്വരം സർവഭൂതാനാം സുഹൃതം മാം ജ്ഞാത്വ, അങ്ങനെയുള്ള എന്നെ അറിഞ്ഞിട്ട്, നിസ്സംഗനായ എൻ്റെ ആ ഒരു നിലയെ, അല്ലെങ്കിൽ ഈശ്വരമായ ആ നിലയെ അറിഞ്ഞിട്ട് ശാന്തിം മൃച്ഛതി, ഈ ശാന്തിയെ അങ്ങനെ നാരായണനെ അറിഞ്ഞിട്ട് സംസാര ശമനത്തെ, മോക്ഷത്തെ പ്രാപിക്കുന്നു. അതാണ് നാരായണനെ അറിയുന്ന, അതാണ് ഭക്തി. ഈശ്വരനെ ആരാധിക്കുന്ന ഈശ്വരനെ അറിയാനാണ്. അപ്പൊ ഈശ്വരനെ അറിഞ്ഞു കഴിഞ്ഞാൽ, ഈ വിധം ഈശ്വരന്റെ നിലയെ അറിയുകയാണെങ്കിൽ, ആ ഈശ്വരൻ അറിയുകയാണെങ്കിൽ അവൻ ഈശ്വരനായി തീർന്നു. എങ്ങനെ ഈശ്വരനായി തീർന്നു? ഈ സൃഷ്ടിസ്ഥിതിയെല്ലാം നടത്തുന്ന ഈശ്വരനല്ല. അതൊരിക്കലും നമുക്കൊരു പുല്ല് പോലും സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഈശ്വരനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ സൃഷ്ടിയുടെ സ്രഷ്ടാവാണെന്നുള്ളതല്ല, അങ്ങനെയല്ല. ആ ഈശ്വരതത്വം തന്നെ ഇതിലൊന്നും സൃഷ്ടിയേ നടന്നിട്ടില്ല. സൃഷ്ടി നടന്നീ തോന്നുന്നതെല്ലാം അവിദ്യാ കാര്യങ്ങളാണ്. ആ സൃഷ്ടിയിലുള്ള കാര്യങ്ങളും എല്ലാം അവിദ്യയാണ്, മായാകാര്യങ്ങളാണ്. അപ്പോൾ അതിലൊന്നും ഞാൻ പെട്ടിട്ടില്ല, ഞാൻ നിത്യമുക്തമാണ്, നിത്യശുദ്ധമാണ് എന്ന പരമാർത്ഥ തത്വത്തെ, ആ മോക്ഷത്തെ പ്രാപിക്കുന്നു അവൻ ഈശ്വരനെ ശരിയായി അറിഞ്ഞുകൊണ്ട്. ഇവിടെ 5-ാം അധ്യായം കർമ്മസന്യാസ യോഗം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് 6-ാം അധ്യായം അഭ്യാസയോഗമാണ്, ധ്യാനയോഗം. അവിടെ ഭഗവാൻ ധ്യാനയോഗത്തെക്കുറിച്ച് വീണ്ടും വളരെ വ്യക്തമായിട്ട് ആ സന്യാസത്തിൻ്റെ, പരമമായ സന്യാസത്തെക്കുറിച്ച് നമ്മുടെ അറിവിലേക്കായിട്ട്, നമ്മുടെ പ്രയാണത്തിൽ, ആത്മീയതയുടെ പ്രയാണത്തിൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് നയിക്കാനായി, നമ്മളെ അല്ലെങ്കിൽ ശരിയായ ജ്ഞാനത്തിലേക്ക് വഴിതെളിക്കാനായി ഭഗവാൻ തുടർന്ന് 6-ാം അധ്യായത്തിൽ ധ്യാനയോഗം തുടർന്നു. അത് നമുക്ക് അടുത്ത ചെറു വീഡിയോയിൽ ചർച്ച ചെയ്യാം. നമസ്കാരം.